ഒരേ ക്ലാസ്സിൽ നിന്ന് ഒരേ പരീക്ഷ എഴുതി വന്നിരിക്കുന്ന ആൾക്കാർക്ക് മാർക്കിലും അഡ്രസ്സിലും മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. പക്ഷെ എക്സ്പോഷർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള ആപ്ലിക്കൻസിനേക്കാൾ കൂടുതലായിട്ട് കാഴ്ചപ്പാടുണ്ട്, വിവരമുണ്ട്, പരിചയമുണ്ട്. എല്ലാവരും പറയാറുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ. പക്ഷെ ആരെങ്കിലും ജോലി തന്നെങ്കിലേ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. പിന്നെന്ത് ചെയ്യും? അവിടെ ഉപയോഗിക്കാനുള്ള സൂത്രമാണ് എക്സ്പോഷർ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനും അമ്മയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന എൻവയോൺമെന്റ് എന്താണെന്നുള്ള അവരോട് ചോദിക്കാം. അതുകൊണ്ടാണ് അവർ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്ത് കഴിയുമ്പം കുട്ടികൾക്ക് കിട്ടുന്നത് എന്താണെന്നറിയാമോ? ഒരു ജോലി സ്ഥലത്തെ കുറിച്ചിട്ടുള്ള ധാരണയാണ്, എക്സ്പോഷറാണ്. ഇനി നിങ്ങളുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് അവരുടെ ജോലി സ്ഥലത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ആ സ്ഥാപനം എന്താ ചെയ്യുന്നതെന്നും ചോദിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടാവണം. പലപ്പോഴും വേറെന്തെങ്കിലും കുശലം പറച്ചിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന, സെയിം ഒരു ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന, കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം. അവരെന്താണ് ചെയ്യുന്നത്, അവിടെ ജോലി എന്താണ് ഉള്ളത്, ആ ജോലി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം, അതുകൊണ്ട് ആ സ്ഥാപനത്തിന് എന്താ ലാഭം, ഇങ്ങനെ ചോദിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കുറച്ച് ദിവസത്തേക്ക് പോയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് എനിക്കൊരു ഇന്റേൺഷിപ്പ് തരാമെന്ന് ചോദിക്കാം. ഇപ്പം മിക്കവാറും കോഴ്സുകൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഇന്റേൺഷിപ്പ് അവരുടെ സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിരിക്കുന്ന ഇന്റേൺഷിപ്പാണ് കൊടുക്കുന്നത്. അതിനും അപ്പുറത്തേക്കുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിലും പോയിട്ട് 10 ദിവസം ഞാനിവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് തരാം, എന്നെ ഇവിടെ നിർത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് ആൻ എക്സ്പോഷർ. ആ എക്സ്പോഷറാണ് നിങ്ങളുടെ ഒപ്പം ക്വാളിഫിക്കേഷനുള്ള വേറൊരാളുടെ മുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കട്ടിങ് എഡ്ജ്. യു സ്റ്റാൻഡ് ഔട്ട് എമംഗ് ഓൾ അതർ പീപ്പിൾ ഹൂ ഗോട്ട് ദ സെയിം ക്വാളിഫിക്കേഷൻ. സാധാരണഗതിയിൽ ഒരു റെസ്യൂമെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പഠിച്ചിരിക്കുന്ന ഡിഗ്രീസും അതിന് കിട്ടിയിരിക്കുന്ന മാർക്കും, ഒരേ ക്ലാസ്സിൽ നിന്ന് ഒരേ പരീക്ഷ എഴുതി വന്നിരിക്കുന്ന ആൾക്കാർക്ക് മാർക്കിലും അഡ്രസ്സിലും മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. പക്ഷെ എക്സ്പോഷർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള ആപ്ലിക്കൻസിനേക്കാൾ കൂടുതലായിട്ട് കാഴ്ചപ്പാടുണ്ട്, വിവരമുണ്ട്, പരിചയമുണ്ട്. ആ എക്സ്പോഷറാണ് നിങ്ങളുടെ അഡീഷണൽ വാല്യൂ. ആ എക്സ്പോഷർ വെച്ച് ജോലി കണ്ടെത്താൻ എളുപ്പമാണ്. സോ എനിവൺ യു ആർ മീറ്റിംഗ് ഇസ് എ സോഴ്സ് ഓഫ് നോളജ് ഫോർ യു ടു ലേൺ അബൌട്ട് അതർ എംപ്ലോയ്മെന്റ് എൻവയോൺമെന്റ്സ്. ഇപ്പൊ ജോലികളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും പഠിക്കുക, ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കുക. പഠിക്കുമ്പോൾ തന്നെ ഇത് ശീലമാക്കിയാൽ പഠിച്ചിറങ്ങുന്ന ഉടനെ തന്നെ ഒരു ഇന്റേൺഷിപ്പും ഇല്ലാതെ ഒരുപക്ഷെ ജോലി കിട്ടും. അപ്പൊ നമ്മുടെ എക്സ്പോഷർ എന്ന് പറയുന്ന സാധനത്തിന് പ്രാധാന്യം കൊടുക്കുക.